ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മുടെ PBS പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പേപ്പറിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഈ ലേണിംഗ്, അതിൽ അവസാന വീഡിയോ ആണ് അല്ലെങ്കിൽ അവസാന ക്ലാസ് ആണിത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഓൺലൈൻ ലേണിങ്ങിനെ കുറിച്ച് കണ്ടു, അതിൻ്റെ പല ഈ കണ്ടന്റുകളെ കുറിച്ചൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓൺലൈൻ ലൈബ്രറീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓൺലൈൻ ലൈബ്രറീസ്, അപ്പോൾ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. നമുക്കിപ്പം ആവശ്യമുള്ള PDF കിട്ടാനോ, അല്ലെ ആവശ്യമുള്ള ഓഡിയോ ഫയലുകൾ കിട്ടാനോ, അല്ലെ ആവശ്യമുള്ള വീഡിയോ ഫയലുകൾ കിട്ടാനോ, അപ്പോൾ അതിൻ്റെ പേരാണ് ഒരു ഓൺലൈൻ ലൈബ്രറി. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡ്രൈവും നിങ്ങൾക്ക് വെച്ചിട്ട് അത് ഓൺലൈൻ ലൈബ്രറിയാണ്. അതിൽ നിന്ന് എൻ്റെ കൂടുതലായിട്ടും ഈ പറയുന്ന നിങ്ങളുടെ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ആദ്യം കൊടുത്തൊക്കെ ചിലതൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ കണ്ടൻറ്റുകൾ ചാപ്റ്റേഴ്സ് അതിലാണുള്ളത്, ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെസ്റ്റ് പേപ്പേഴ്സ് ആദ്യം ചെയ്തതും പിന്നെ ചെയ്തതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഓൺലൈൻ ലൈബ്രറി എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആക്സസ് ചെയ്തിട്ട് കിട്ടാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഒരു ഓൺലൈൻ ലൈബ്രറി? ആൻ ഓൺലൈൻ ലൈബ്രറി ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ നമുക്ക് റിട്രീവ്, അപ്പോൾ ലൈബ്രറി എന്ന് വെച്ചാൽ അതല്ലേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു ബുക്ക്, ഈവൻ ഒരു നോർമൽ ലൈബ്രറി, ഒരു ബുക്ക് അവിടെ നമ്മൾ എന്താണ് ലൈബ്രറിയിൽ ഉണ്ടാവും, അത് പോയി നമ്മൾ റിട്രീവ് ചെയ്യുന്നു, ആവശ്യമുള്ള ആൾക്കാർ പോയി എടുത്ത് വായിക്കുന്നു, അവിടെ കൊണ്ടുവെക്കുന്നത്. സോ ഡിജിറ്റൽ ലൈബ്രറീസ് ആർ ഓൾസോ റെഫേർഡ് ടു ബൈ മെനി നെയിംസ് സച്ച് ആസ് ഇലക്ട്രോണിക് ലൈബ്രറി, വെർച്വൽ ലൈബ്രറി, ലൈബ്രറീസ് വിത്തൗട്ട് വാൾ, ഹൈബ്രിഡ് ലൈബ്രറി. ഇതൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ചോദിച്ചാൽ ഓൺലൈൻ ലൈബ്രറി ആണെന്നുള്ളത് എന്താണ്, ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റമാണ്, അത് ഡിജിറ്റൽ ലൈബ്രറിയാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺലൈൻ ലൈബ്രറി? ഓൺലൈൻ ലൈബ്രറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതൊരു കളക്ഷൻ ഓഫ് ടെക്നോളജീസ് ആണ്, ഒരുപാട് ടെക്നോളജികളുടെ ഒരു കളക്ഷനാണ് അതായിട്ട് പറയുന്നത്. പിന്നെ അതിൽ മെറ്റീരിയൽസ് കൃത്യമായിട്ട് പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെന്താണ്, വൈഡ് ആക്സസിബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് വൈഡായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിമീഡിയ ആയിട്ട് ഒരുപാട് മീഡിയാസ്, ഇപ്പോൾ വീഡിയോ, ഓഡിയോ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. വളരെ ഇൻ്ററാക്റ്റീവും കൂടിയാണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഓൺലൈൻ ലൈബ്രറിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിനൊരു ഫിസിക്കൽ ബൗണ്ടറി വരുന്നില്ല. ദർ ഇസ് നോ ഫിസിക്കൽ ബൗണ്ടറി ഫോർ ഇറ്റ്. അല്ല, ഇതിന് ഫിസിക്കൽ ബൗണ്ടറി സാധാ ലൈബ്രറി ആകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു ഫിസിക്കൽ, കോഴിക്കോട് ഏറ്റവും വലിയ ലൈബ്രറിയാണത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുതിരവട്ടം ഭാഗത്ത് വരുന്ന ദേശപോഷണി ലൈബ്രറിയാണ്. കോഴിക്കോട് സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് പറയാണ്. അപ്പോൾ ഈ ലൈബ്രറികൾക്കൊക്കെ എന്തുണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബിൽഡിങ്ങിന് എന്താണോ വലുപ്പം, അല്ല അതിൻ്റെ അത്ര ഷെൽഫ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ അത് വരുന്നില്ല. നമുക്ക് ഹാർഡ് ഡിസ്കുകളൊന്ന് കൂട്ടി കൊടുത്താൽ അപ്പോൾ അതിന് വരുന്നൊരു വ്യത്യാസം, ഒരു ഷെൽഫ് വാങ്ങാൻ വരുന്നതിൻ്റെ പകുതി പൈസ ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങാൻ വരുന്നുള്ളൂ. ഒരു ഷെൽഫിൽ വെക്കുന്ന ബുക്കുകളുടെ 10,000 മടങ്ങ് എന്തിൽ വെക്കാം, ബുക്കുകളായിട്ട് PDF നമുക്ക് ഈ ഹാർഡ് ഡിസ്കുകൾ വെക്കുകയും ചെയ്യാം. ഓക്കെ, സോ ദർ ഇസ് നോ ഫിസിക്കൽ ബൗണ്ടറി. അറൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി, എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എല്ലാവർക്കും മൾട്ടിപ്പിൾ ആക്സസ് ആണ്, ഒരുപാട് പേർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സ്ട്രക്ചേർഡ് അപ്രോച്ചാണ്, വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും. ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പവുമായിരിക്കും. ഓക്കെ, പിന്നെ സ്പേസ് വളരെ, അല്ലേ നമുക്കെന്താണ് ഞാൻ പറയുന്നത്, ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസിലാണ് ഇത്രയും ബുക്കുകൾ കൊള്ളിക്കുന്നത്. അതിനെക്കൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ലിങ്കിങ് ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈപ്പർ ലിങ്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈവൻ നെറ്റ്വർക്കിങ്ങിനും എളുപ്പമാണ്. ചിലവും കുറച്ച് കുറവാണ്, കോസ്റ്റ് കുറവാണ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറി ആയിട്ട് വരുന്നത്, പഠിച്ചു വെക്കുക. ദെൻ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ, അപ്പോൾ ഇവിടെ പറഞ്ഞത് കോസ്റ്റ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഈ ഹാർഡ് ഡിസ്കുകൾ എപ്പോഴും ചിലപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അത് കത്തിപ്പോയി കഴിഞ്ഞാലുള്ള ബുക്കുകളൊക്കെ പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് അത്യാവശ്യമാണ്. ടെക്നോളജി ചിലപ്പോൾ ഒബ്സലീൻസ് ആവും, അല്ലെ പെട്ടെന്ന് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിനൊക്കെ ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സ്റ്റോറേജ് മീഡിയ റിലേറ്റഡ് ആണ്. സ്റ്റോറേജ് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഡോമിനൻസ് ഓഫ് ഡാറ്റ ക്രിയേറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ യൂട്യൂബിലൊക്കെ തന്നെ അവർക്കൊരു ഏക്കർ കണക്കിന് സ്ഥലത്തായിരിക്കും ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ഡാറ്റ ലോകത്തെമ്പാടും, ഈവൻ ഇന്ത്യക്കാരനൊപ്പം ഇടുന്ന ഡാറ്റ കണ്ടൻറ് എത്രമാത്രം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കൃത്യമായ ട്രെയിൻഡ് മാൻ പവർ വേണം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് അറിയണമല്ലോ. പണ്ടത്തെ വന്ന് എഴുതാനൊരു രജിസ്റ്ററിൽ എഴുതാൻ പഠിപ്പിച്ചെടുത്താൽ മതി.
അല്ലെങ്കിൽ ഒരാൾ ഇന്ന സമയത്ത് കൊണ്ടുപോയാലേ തിരിച്ച് വിളിക്കുക എന്നുള്ളതൊക്കെ. പിന്നെ യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. കൃത്യമായിട്ട് യൂസർ എഡ്യൂക്കേറ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ഹാക്കിംഗ് ആൻഡ് സാബട്ടാഷ്. ഹാക്കിങ്ങിനും സാബട്ടാഷിനും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഓൺലൈൻ ലൈബ്രറി ജനറലായിട്ട് പറയാനുള്ളത്. ഇനി സ്പെസിഫിക് ആയ ചില ഓൺലൈൻ ലൈബ്രറീസും സ്പെസിഫിക് ആയുള്ള ചില ഓൺലൈൻ ലേണിംഗ് ആപ്പുകളും സെറ്റപ്പുകളൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഓൺലൈൻ ലൈബ്രറി അല്ല, ഇന്ത്യയിൽ നിലവിലിപ്പോൾ ഉള്ള ഒരു ഓൺലൈൻ ഒരു പോർട്ടലാണത്, ഒരു ഓൺലൈൻ ലേണിങ്ങിലുള്ള പോർട്ടൽ. അതിൻ്റെ പേരാണ് മൂക്ക്, MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ് അതിൻ്റെ പേര്. എ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് MOOC is a model for delivering learning content online to any person he wants to take a course with not prescribed attendance. MOOCs are courses delivered to all and accessible to all for free. അപ്പോൾ MOOC എന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് നടത്തുന്ന ഒരു പല ഓൺലൈൻ കോഴ്സസ് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റാണത്. വെബ്സൈറ്റ് ഒരു പ്രോഗ്രാമാണത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവർ കൊടുക്കാറുണ്ട്. ഓക്കെ, അതിനൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും. വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. ചിലതൊക്കെ PSC ഒക്കെ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ്സ് ആണ്. ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ MOOC എന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ? ദ ഫീച്ചേഴ്സ് ഓഫ് MOOC ടെക്നോളജി ആർ ആസ് ഫോളോസ്. എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻറ്റ്, എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. അത് പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് എന്തായാലും അതിലുണ്ടാവും. പിന്നെ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും, ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇത് റീവാച്ചബിൾ ആണ്. അപ്പോൾ നമ്മളതൊക്കെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളതൊക്കെ ചെയ്യുന്ന മാതിരി അത് റീവാച്ചബിൾ ആണ്. പിന്നെന്താണ്, അതിന് സ്കെയിൽ വളരെ കൂടുതലാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ശരിക്കും ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു സംവിധാനമാകുമ്പോൾ എന്തായാലും കുറേ കുട്ടികളുണ്ടാകും. കാര്യം 100-150 കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ്. പിന്നെ എന്താണ്, ആക്സസബിൾ ആണ്. അത് പെട്ടെന്ന് ഈ വീഡിയോയും ഓഡിയോ ഒക്കെ എന്താണ് നമുക്ക് ആക്സസബിൾ ആണ്. പിന്നെ കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ആ ലേണിംഗ് എക്സ്പീരിയൻസ് വളരെ കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു സാധാരണ ഫോർമൽ ഓൺലൈൻ കോഴ്സും MOOCും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സാധാരണ ഫോർമൽ കോഴ്സിന് എന്ത് വേണം? ഫീസ് വേണം. MOOCിൽ പഠിക്കുകയാണെങ്കിൽ എന്താണ്? ദർ ഇസ് നോ ഫീ. പിന്നെ ഇതിനൊരു എൻട്രൻസ് ഒക്കെ വേണം. സാധാരണ കോഴ്സുകൾ ഓൺലൈൻ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന് എൻട്രൻസിൻ്റെ ആവശ്യം വരുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, ലിമിറ്റഡ് ആണ് സാധാരണ കോഴ്സ്. കുറച്ച് പേരെ പഠിക്കുന്നുണ്ടാവുള്ളൂ. ഇത് അൺലിമിറ്റഡ് ഇൻ സ്കെയിലാണ്. ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അൺലിമിറ്റഡ് എന്ന് ഉദ്ദേശിച്ചുകൂടാ, വൈഡ് ഇൻ സ്കെയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അൺലിമിറ്റഡ് എന്ന് എഴുതാനും തെറ്റില്ല. നാലാമത്തെ പോയിന്റ്, കോപ്പിറൈറ്റ് അധികം എന്താണ് ഇതിലുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ബൈജൂസിൻ്റെ ഒരു കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ പോകുമ്പോൾ അവരെ കണ്ടൻറ്റുകൾ പുറത്തേക്ക് വിടരുതെന്ന് പറയാം. അതിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ടാവും. പക്ഷേ MOOCിൽ അതില്ല. എന്തില്ല, കണ്ടൻറ്റ് അധികം ഓപ്പൺ ആണ്. പിന്നെന്താണ്, കൺവെൻഷണൽ സർട്ടിഫിക്കേഷനാണ് ഇതിൽ കൊടുക്കുന്നതെങ്കിൽ ഇതിൽ അൺകൺവെൻഷണൽ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ, പരമ്പരാഗത രീതിയിലാണ് മറ്റു ഓൺലൈൻ കോഴ്സുകളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇതിൽ നോൺ കൺവെൻഷണൽ, അധികം ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് MOOCും ഈ ഫോർമൽ ഓൺലൈൻ കോഴ്സ് തമ്മിലുള്ള ഡിഫറൻസിൽ പറഞ്ഞത്. ഇനി MOOCിന് പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റഗറീസിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ടീച്ചിങ് ഷോക്കേസസ് ആണ്. ജനറൽ ഇൻട്രസ്റ്റ് കോഴ്സ് ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചിങ് ഷോക്കേസ് വിത്ത് എയിം ഓഫ് റേസിംഗ് ദ അപ്പീൽ ഓർ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ടീച്ചിങ് ഷോക്കേസ്, പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്താണ് അതിങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതി അവർക്കുണ്ട്, ഒരു കാറ്റഗറിയാണ്. പിന്നെ ഗേറ്റ് വേ സ്കിൽസ് ഉണ്ട്. അതെന്താണ്, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉള്ളതാണ്. വിത്ത് ഇൻറ്റൻഷൻ ഓഫ് പ്രിപ്പയറിംഗ് അപ്സ്കില്ലിംഗ് പേഴ്സ്പെക്റ്റീവ് സ്റ്റുഡൻസ് ഫോർ എ പെർട്ടിക്കുലർ. അതായത് എന്താണ്, നമ്മളൊരാളുടെ പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാടിനെ വാർത്തെടുക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ അത് ഗേറ്റ് വേ സ്കിൽ എന്നാണ് പറയാം. അല്ല, നമ്മളിപ്പോൾ പഠിക്കുക, ഇപ്പോൾ എഞ്ചിനീയറിംഗ് തന്നെ ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവ് വേണ്ട. ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരാളൊന്നും എഞ്ചിനീയർ ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുക, ഒരു പേഴ്സ്പെക്റ്റീവ് വളർത്തിയെടുക്കാനുള്ള എന്താണ് കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗ്രാജുവേറ്റ് ലിറ്ററസി, ഗ്രാജുവേഷന് വേണ്ട കാര്യങ്ങൾ. ഒരു ഗ്രാജുവേറ്റ് പഠിക്കേണ്ട കുറച്ച് ഒരു പ്രൊജക്റ്റ് എഴുതാൻ പഠിക്കുക, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പഠിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ ഷോക്കേസസ് വരുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ചെയ്യേണ്ട കാര്യങ്ങൾ, സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ. പിന്നെ റിസർച്ചിനുള്ള ആൾക്കാർക്കുള്ള ഷോക്കേസസ്, റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, എങ്ങനെ എന്താണ് അത് പ്രസൻറ്റ് ചെയ്യണം ആ പേപ്പർ, ഇതൊക്കെ എന്താണ് MOOC പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കാറ്റഗറീസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി MOOC ടൈപ്പ് കോഴ്സസ്. MOOCിന് എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് കോഴ്സാണുള്ളത്. ഒന്ന് OBC ആണ്, ഓപ്പൺ ബൗണ്ടറി കോഴ്സാണ്. ഒന്ന് SPOC ആണ്, സ്മോൾ പ്രൈവറ്റ് ഓൺലൈൻ കോഴ്സാണ്. പിന്നെന്താണ് MOC ആണ്, മാസീവ് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. പിന്നെ WRAPഡ് MOOC ഉണ്ട്. ഓക്കെ, അതാണ് നാലാമത്തേൽ വരുന്നത്.
പിന്നെ കൺസേൺസ് അബൌട്ട് മൂക്ക്. അപ്പോൾ മൂക്കിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? സർട്ടിഫിക്കേഷൻ ഒരു പ്രശ്നമാണ്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ ഫോം ഒരു പ്രശ്നമാണ്, ഒരു കൺസേൺ ആണ്. അത് ഡീമെറിറ്റ് എന്ന് പറഞ്ഞുകൂടാ, ഇറ്റ്സ് എ കൺസേൺ. പിന്നെ ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല അല്ലേ, എല്ലാവരും ഇപ്പോൾ അത് ആയി വരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ നാട്ടിലെന്നാലും ഒരു ഡിജിറ്റൽ ലിറ്ററസി കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. കൃത്യമായിട്ടൊരു മെയിൽ അയക്കാൻ പോലും അറിയാത്ത ആൾക്കാർ ഫോണും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കണക്ടിവിറ്റി, എല്ലാ സ്ഥലത്തേക്കും കൃത്യമായിട്ട് ഇൻ്റർനെറ്റ് നമ്മുടെ നാട്ടിലൊക്കെ പിന്നെയും ആയി തുടങ്ങി മീൻസ് ഇപ്പോൾ കേരളത്തിലൊക്കെ എല്ലാ സ്ഥലത്തും എന്താണ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ കിട്ടി തുടങ്ങി. പിന്നെ ലാംഗ്വേജ് ഒരു വിഷയമാണ്. എല്ലാവരും എന്താണ് ഈ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ഒരു, അപ്പോൾ ഇംഗ്ലീഷാണല്ലോ മെയിനായിട്ട് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ്, അതറിയണം. പിന്നെ കോപ്പിറൈറ്റ് വിഷയങ്ങൾ പലതിലും വരാറുണ്ട്. അതിപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടന്റ് ചെയ്യുന്ന നേരത്തെ വരാറുണ്ട്. അപ്പോൾ മൂക്കിന് എന്താണ് ആ കോപ്പിറൈറ്റിൻ്റെ വിഷയങ്ങൾ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൺസേൺസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂക്ക് പ്ലാറ്റ്ഫോംസ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലുള്ള മൂക്ക് പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്? Many initiatives have been taken by the Indian government to provide and support the concept of open education. Some of the common programs in this direction. MOOC platforms എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്കാണ്. അപ്പോൾ മൂക്കിനുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്കാണ്, കണക്റ്റിംഗ് വേരിയസ് കോളേജ് ആൻഡ്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് വഴിയാണ് കോളേജുകളും സ്കൂളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തലത്തിലൊക്കെ മൂക്കിന് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്, കോളേജ് തലത്തിലും പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജ് തലത്തിലൊക്കെ. അപ്പോൾ അത് ഇനി നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്കാണ്. അതിന് ഷോർട്ട് ഫോമാണ് എർനെറ്റ്. പിന്നെ എഡ്യൂസാറ്റ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ഗവൺമെൻറ് ഇതിനായിട്ട് ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റാണ്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തൊരു സാറ്റലൈറ്റാണ് എഡ്യൂസാറ്റ്. ദെൻ ദർ ഇസ് എ കൺസോഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, ഒരു കൺസോഷ്യം ഉണ്ട്, CEC. കൺസോഷ്യം മീൻസ് ഒരു കൂട്ടായ്മ ഉണ്ട്. യൂസ് ദ പവർ ഓഫ് ടെലിവിഷൻ ടു ആക്ട് ആസ് എ മീൻസ് ഓഫ് എഡ്യൂക്കേഷൻ നോളേജ് ഡിസെമിനേഷൻ. അതായത് എഡ്യൂക്കേഷൻ നോളേജ് കൊടുക്കാൻ ഒരു ടെലിവിഷനിലൂടെ കൊടുക്കാനൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, കൺസോഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. സം ഓഫ് ദീസ് ഓർഗനൈസേഷൻ ആൻഡ് ദർ എഫേർട്സ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഈ സംഗതിക്ക് വേണ്ടിയിട്ട് മറ്റ് ചില ഓർഗനൈസേഷൻസിനൊന്ന് NPTEL ആണ്, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി ആണത്. എൻഹാൻസ് ലേണിംഗ് ആൻഡ് ഫൗണ്ട് ബൈ MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, 2003 തുടങ്ങിയതാണത്. ദെൻ ദർ ഇസ് MOOKIT, MOOKIT. It's a lightweight MOOC management system built entirely using open source technology by Indian Institute of Kanpur, IIT, Indian Institute of Technology Kanpur ആണ്. ഇവിടെ ഒരു ടെക്നോളജിയും കൂടി വേണം കേട്ടോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ, IIT കാൺപൂരിൽ ഒരു MOOC കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ IIT ബോംബെ എക്സിൽ അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്. അതൊരു നോൺ പ്രോഫിറ്റ് MOOC പ്ലാറ്റ്ഫോമാണ് ഡെവലപ്ഡ് ബൈ IIT ബോംബെ. അപ്പോൾ MOOCന് വേണ്ടിയിട്ട് IIT ബോംബെ എന്ത് ചെയ്യുന്നുണ്ട്, IIT ബോംബെ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ സ്വയം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആണ്. സ്വയത്തിലൊക്കെ എപ്പോഴും ഒരുപാട് കോഴ്സുകൾ വരാറുണ്ട്. അത് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് പല ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലെന്താണ് ഈ അതിൻ്റെ ഫുൾ ഫോം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിങ് മൈൻഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതാണ് സ്വയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും ഒരു ഫ്രീ ആയിട്ടുള്ള ഈ MOOCന് അണ്ടറിൽ വരുന്ന മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളുടെ അണ്ടറിൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ദെൻ ലേണിംഗ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി. അപ്പോൾ ലേണിങ്ങിൽ ഇന്ത്യയിൽ ഒരുപാട് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ബൈജൂസ് ഒരു ലേണിംഗ് ആപ്പാണ്, സൈലം, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു ലേണിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഒരുപാട് ഈ സർവീസ് മേഖല, ഇന്ത്യയിലുള്ള സർവീസ് മേഖലയ്ക്ക് അത് എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ലേണിംഗ് ആസ് ദ സർവീസ് ഇൻഡസ്ട്രി ആസ് എ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ്. ദ സർവീസ് സെക്ടർ മേക്സ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു GDP. സർവീസ് സെക്ടർ GDPക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇൻ മോസ്റ്റ് കൺട്രീസ് ദിസ് ഷോസ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ദ സർവീസ് സെക്ടർ ആൻഡ് ദ ഷിഫ്റ്റ് ഫ്രം മാനുഫാക്ചറിങ് ദാറ്റ് വൺസ് റിമെയിൻ ടു ബി ടോപ്പ് കോൺട്രിബ്യൂട്ടർ ടു ദ വേൾഡ് എക്കണോമി. അപ്പോൾ സർവീസ് സെക്ടറിന് നല്ലൊരു ഊന്നൽ കൊടുക്കാൻ ഈ പറയുന്ന ഓൺലൈൻ ലേണിംഗ് ഒരുപാട് പേര് അതിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ GDP നന്നായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. GDP മീൻസ് ഒരുപാട് പൈസ അതിലേക്ക് ഒഴുകുന്നുണ്ട് ഈ ഒരു ഓൺലൈൻ ലേണിങ്ങിൽ.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കൂടെ തന്നെ ഈ സർവീസ് മേഖല വളരാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ മേജർ ടെക്നോളജീസ്, അതായത് ഈ ലേണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ ടെക്നോളജീസ് എന്തൊക്കെയാണ്? ഒന്ന് മൊബൈൽ ലേണിംഗ് ആണ്. മൊബൈലിലൂടെയുള്ള പഠനം. നിങ്ങളധികം ആൾക്കാരും മൊബൈലിലൂടെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ മൈക്രോ ലേണിംഗ് ആണ്. അത് എന്താണ്, വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചെറിയ ഷോർട്സിലൂടെ കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടൻറ്റ് പഠിക്കുമല്ലോ. അപ്പോൾ അത് മൈക്രോ ലേണിംഗ് ആണ്. പിന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്, IoT. ഇറ്റ് റെഫേഴ്സ് ടു എവർ ഗ്രോയിങ് നെറ്റ്വർക്ക് ഓഫ് physical things or objects which are around us, which hold IP address for internet connectivity and the communication that occurs between these connected objects and other internet enabled devices and system. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത ഒരു IP അഡ്രസ്സിൽ എല്ലാ സാധനമായിട്ട് എന്ത് ചെയ്യുക വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ, ലാപ്പ്, ടാബ്, ഈവൻ നമ്മുടെ സ്മാർട്ട് വാച്ച്, ഇതിലൊക്കെ എന്ത് ചെയ്യുക, ഇതിലൂടെയൊക്കെ പഠിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത സംഗതികളാണ് എന്ത് IoT അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. പിന്നെ ക്ലൗഡ് ബേസ്ഡ് BASED ആണ്. ക്ലൗഡ് ബേസ്ഡ്. ക്ലൗഡ് ഇപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവ് ഒരു ക്ലൗഡാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊന്ന് അതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും എന്താണ് നമ്മുടെ ഈ PDF കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ ക്ലൗഡ് എന്ന് പറയാം. അവിടെ ഒന്ന് കിടക്കുക. നമ്മൾ ആരും ഫോണിൽ ഇല്ല ആ കണ്ടൻറ്റ് അല്ലേ, അത് ഒരു പുറമൊരു ഗൂഗിളിൻ്റെ ഒരു ഡ്രൈവിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ക്ലൗഡ് എന്ന് അതിനെ വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മഴ എങ്ങനെയല്ലേ, മഴ നമ്മളൊന്നും എന്തില്ല കയ്യിലില്ല, അത് നേരെ മേഘത്തിലല്ലേ, അതിനെ ക്ലൗഡ് എന്ന് പറഞ്ഞു. അപ്പോൾ മേഘം നമുക്ക് എന്താണ് പെയ്യുമ്പോൾ വെള്ളം താഴത്തേക്ക് വരുന്നത്. അതേമാതിരി പുറമേ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ ഒരു സാധനം ലോഡ് ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ പേരാണ് ക്ലൗഡ് എന്ന് വെച്ചാൽ. ദെൻ അടുത്ത എന്താണ്, ഗെയിമിഫിക്കേഷൻ ആണ്. ഗെയിമിഫിക്കേഷൻ ഇസ് ദ യൂസ് ഓഫ് ഗെയിം ബേസ്ഡ് മെക്കാനിക്സ്, എസ്തെറ്റിക്സ് ആൻഡ് ഗെയിം തിങ്കിങ്. അതായത് നമ്മൾ കുറച്ചും കൂടി ഈ പസിൽസ് ഓക്കെ അല്ലെങ്കിൽ ഈ ഗെയിംസിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കൊന്നും പിന്നെ അതിനുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഡിഗ്രി ലെവലൊക്കെ പഠിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. കാര്യം അതിനൊരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഗെയിംസിലൂടെയൊക്കെ അങ്ങനെ എന്താണ് ചെറിയ കുട്ടികൾക്ക് ചെയ്യാറുണ്ടല്ലോ ഗെയിംസിലൂടെ. ഈവൻ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ ആദ്യം പരിജ്ഞാനം വരുത്താൻ എന്താണ് ഒരുപാട് ഗെയിംസൊക്കെ തരാറില്ലേ, അതിൻ്റെ മൗസ് ക്ലിയർ ചെയ്യാനൊക്കെ. ഓക്കെ. അപ്പോൾ അതാണ് അതിൽ വരുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിപ്പോൾ നമ്മുടെ ഈ ChatGPT അങ്ങനത്തെ പല ടൂൾസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ടെക്നോളജീസാണ് നമ്മുടെ ഈ ലേണിങ്ങിലുള്ള യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യകളാണ്. ഓക്കെ. ഇനി ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഫോർ ലേണിംഗ് ഡെലിവറിയാണ്. അപ്പോൾ ലേണിംഗ് ഡെലിവറിക്കുള്ള ഡിഫറെൻറ്റ് അപ്രോച്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്രോച്ച് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദ അപ്രോച്ചസ് ഓഫ് ലേണിംഗ്, അപ്രോച്ചസ് എന്ന് ചോദിക്കുകയാണ് ഇത് ചെയ്തിട്ട്. അപ്രോച്ച് വെച്ചാൽ നമ്മളൊരു സംഗതിയിൽ എങ്ങനെ സമീപിക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ലേണിങ്ങിനെ എങ്ങനെ സമീപിക്കുക എന്നുള്ളതാണ്. ഒന്ന് സിങ്ക്രണസും ഉണ്ട്, അസിങ്ക്രണസും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരേണ്ടതാണ് സിങ്ക്രണസ് ലേണിംഗ് ഒക്കേഴ്സ് ഇൻ റിയൽ ടൈം. റിയൽ ടൈമിലാണ് ഇത് നടക്കുന്നത്. വിത്ത് ഓൾ പാർട്ടിസിപ്പൻറ്റ് ഇൻട്രാക്ടിങ് അറ്റ് ദ സെയിം ടൈം. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈവുകളൊക്കെ സിങ്ക്രണസ് ആണ്. എല്ലാ പാർട്ടിസിപ്പൻറ്റ്സ് ഒരേ നേരത്ത് വരുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു, ചിലർ ചോദിക്കുന്നു അല്ലേ, അത് ചിലർ ചോദിക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നു. അതാണ് സിങ്ക്രണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒന്ന് അസിങ്ക്രണസ് ആണ്. അതെന്താണ്, അസിങ്ക്രണസ് ലേണിംഗ് സെൽഫ് പേസ്ഡ് ആൻഡ് അലൗ സ്റ്റുഡൻസ് ടു എൻഗേജ് ഇൻ എക്സ്ചേഞ്ച് ഐഡിയാസ് വിത്തൗട്ട് ഡിപ്പെൻഡൻസി ഓഫ് ദ സ്റ്റുഡൻസ് ഇൻവോൾവ്മെൻറ്റ് അറ്റ് ദ സെയിം ടൈം. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പഠിക്കുന്നില്ല, ഗ്രൂപ്പിൽ ചില ആൾക്കാർ ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്, പേഴ്സണലി ചോദിക്കും, അത് അസിങ്ക്രണസ് ആണ്. അത് ഓരോരുത്തരും ഓരോ ടൈമുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ രാവിലെ ഞാൻ കണ്ടന്റ് ഇടുന്നു, ഉച്ചയാകുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, വൈകിട്ടാകുമ്പോൾ ഞാൻ മറുപടി കൊടുക്കുന്നു, പിന്നെ ഒരാൾ ചോദിക്കുന്നു. അതാണ് അസിങ്ക്രണസ്. ഒരേ സമയം എല്ലാവരും വരുന്നില്ല, ചില ആൾക്കാർ വന്ന് പഠിച്ചു പോകുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിലിടുന്ന ഈവൺ എന്താണ് നമ്മുടെ ക്ലാസ്സുകളുടെ വീഡിയോസും പല ആൾക്കാരും പല സമയങ്ങളിലാണ് പഠിക്കുന്നത്, പല സമയങ്ങളാണ് അതിന് സംശയങ്ങൾ ചോദിക്കാറുള്ളത്. പിന്നെ ലീനിയർ ലേണിംഗ് ആണ്. അതെന്താണ്, ലീനിയർ ലേണിംഗ് റെഫേഴ്സ് ടു സെൽഫ് സ്റ്റഡി വിച്ച് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ്. നമ്മൾ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എന്താണ് ഓരോ നമ്മൾ പഠനം ഒരു ലീനിയർ ലേണിംഗ് തന്നെയാണ്. കാര്യം നമ്മൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെയല്ല പഠിക്കുന്നത്, നോൺ ലീനിയർ അല്ലല്ലോ. പിന്നെ കൊളാബറേറ്റീവ് ആണ്. കൊളാബറേറ്റീവ് ഇസ് എൻ ലേണിംഗ് അപ്രോച്ച് വെയർ സ്റ്റുഡൻസ് ആർ ഏബിൾ ടു സോഷ്യലി ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ആസ് വെൽ ആസ് ഇൻസ്ട്രക്ടേഴ്സ്. നമ്മളത് ഒരു കൈൻഡ് ഓഫ് കൊളാബറേറ്റീവ് ആണ്. നമ്മൾ അങ്ങോട്ട് നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്,
ഒരു കോമൺ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അതിപ്പോൾ ലൈവിൽ വരുമ്പോഴും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് എന്തിൽ വരുന്നത്, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ഇ ലേണിംഗ് വരുന്നത്. ഇനി ഇ ലേണിംഗ് ഇൻ ഇന്ത്യയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇ ലേണിങ്ങിൻ്റെ അവസ്ഥ എന്താണ്? ഇൻ കേസ് ഓഫ് ഇന്ത്യ, ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ലിവിങ് ഇൻ റൂറൽ ഏരിയ. So it's a bit difficult to make them aware about the concept of e-learning. The second problem is that to make it available to the rural areas, the problem of infrastructure, connectivity, and internet availability are also there. The lifestyle of the people also affects all this. We can take these measures to implement the concept of e-learning in rural area, where we will be having full utilization of the system. The social implication of e-learning can be very important ഇഷ്യൂ ടു ബി കൺസിഡേർഡ് ഫോർ ദ സക്സസ് ഓഫ് ഇ ലേണിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര്, ഇപ്പോൾ നമ്മൾ കേരളം എന്ന് നോക്കണ്ട, കേരളത്തിൽ അങ്ങനെ ഇപ്പോൾ റൂറൽ ഏരിയ എന്ന് പറയാൻ വയനാട്, കാസർഗോഡ്, ഇടുക്കിയൊക്കെ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് എല്ലാ സ്ഥലത്തും എന്താണ്, എല്ലാ ജില്ലകളിലും വളരെ അർബനൈസേഷൻ, ടൗണുകൾ വലുതായി തുടങ്ങി അല്ല. ഒരു മേജർ വലിയ സിറ്റിയും കുറേ അപ്പുറത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊന്നുമല്ല. നമുക്കുള്ളത് തന്നെ 3 മെയിൻ സിറ്റികളാണ്. ഒന്ന് കോഴിക്കോട്, ഒന്ന് കണ്ണൂർ, ഒന്ന് കൊച്ചിൻ, ഒന്ന് വരുന്നത് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അത് അനുബന്ധമായിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രമാണെങ്കിൽ അടുത്ത ആറ്റിങ്ങലോ അല്ലെങ്കിൽ കൊല്ലോ അല്ലെങ്കിൽ അവിടെ അനുബന്ധമായ വരുന്ന സ്ഥലങ്ങളൊക്കെ എന്താണ്, അതും ട്രിവാൻഡ്രത്തിൽ അത്ര അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ അടുത്ത് ഉള്ള ജില്ലകളാണ് കണ്ണൂർ ജില്ലയും മലപ്പുറം ജില്ലയും. അപ്പോൾ അവിടെ ഇപ്പോൾ സുൽത്താൻ ബത്തേരി, വയനാടാണെങ്കിൽ പോലും അവിടെയൊക്കെ എന്താണ്, അവിടെയുള്ള ആൾക്കാർ ബത്തേരിയിലുള്ള ഒരാൾക്ക് കോഴിക്കോട് വരേണ്ട കാര്യമില്ല, ബത്തേരി തന്നെയുള്ള സാധനം കിട്ടാണ്ട്. മലപ്പുറത്തെല്ലാ സംഗതി കൊണ്ടോട്ടിയോ മലപ്പുറമോ താനൂരോ തിരൂരോ എല്ലാ സാധനം കിട്ടാണ്ട്. കണ്ണൂരും അതേമാതിരിയാണ്. പിന്നെ ആൾക്കാർ ഇപ്പോൾ കോഴിക്കോട് പണ്ടേ ഉള്ള ടൗൺ ആയതുകൊണ്ട് അവിടെ ഒരു ബീച്ച് കാര്യങ്ങൾ, കുറച്ചും കൂടി ഹോട്ടലുകൾ കൂടാന്നൊക്കെ പറയുമ്പോഴാണ് പല സ്ഥലങ്ങളിലും ആൾക്കാർ വന്ന് കൂടുന്നത് കോഴിക്കോട്ടേക്ക്. അല്ലാണ്ട് ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വരേണ്ട ആവശ്യമില്ല, ഇൻ്റർനെറ്റ് സേവനമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ. അവിടെയൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മഹാരാഷ്ട്ര ആണെങ്കിൽ ബോംബെ, പൂനെ എന്നൊക്കെ പറഞ്ഞ വലിയ സിറ്റീസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരുപാട് റൂറൽ ഏരിയാസ് ഉണ്ട്, വലിയ സ്റ്റേറ്റുകളുമാണ്. അവിടേക്ക് ഒന്ന് വിചാരിച്ച മറ്റേ കണക്ടിവിറ്റിയോ ഒക്കെ ആയി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ സ്ഥലത്തൊക്കെ എന്താണ് ഈ പറഞ്ഞ ഓൺലൈൻ ലേണിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഫ്യൂച്ചർ ഓഫ് ഇ ലേണിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഇ ലേണിങ്ങിൻ്റെ ഭാവി എന്താണ്? ഇ ലേണിംഗ് ഹാസ് എ മേജർ റോൾ ടു പ്ലേ ഇൻ ഇന്ത്യ ടു ഗ്രോ അപ്പ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ആസ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് IT സർവീസ് പ്രൊവൈഡർ countries. The presence of the world-class IT infrastructure and IT professionals enable it to be one of the leading e-learning service providers in India. അറിയാം, നമുക്ക് 90-കൾ മുതൽ തന്നെ ബാംഗ്ലൂർ ഒരു IT ഹബ്ബായി, ഇലക്ട്രോണിക് സിറ്റിയൊക്കെ ബാംഗ്ലൂരാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ ലേണിങ് എന്താണ് ഇന്ത്യയിൽ നല്ല ചാൻസ്, ഇന്ത്യയിൽ ചാൻസ് ഉള്ളത് മാത്രമല്ല, ഇന്ത്യയിൽ അത് ഓൾറെഡി സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇ ലേണിങ്. പിന്നെ നമുക്കറിയാം കുറച്ച് അടുത്തായിട്ട് എന്താണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സേവനം വളരെ സ്പീഡ് കൂടാൻ തുടങ്ങി. അതിന് ചീപ്പറുമായി, നമുക്കിപ്പോൾ അഫോർഡബിളാണ്. ഒരു മാസം ഇപ്പോൾ കയറി വന്നാൽ ഒരു 500 രൂപ താഴെ നമുക്ക് എന്തായാലും വരുന്നുള്ളൂ. പണ്ട് അങ്ങനെയല്ല, ഒരു 500 രൂപയ്ക്ക് താഴെ നമുക്കൊരു 30-40 GB കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം വളരെ അപ്പോൾ അവർ മെല്ലെ പെനട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജിയോ പോലത്തെ കമ്പനികൾ ആദ്യം തീരെ വില കുറച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മെല്ലെ മെല്ലെ പൈസ കൂട്ടുന്നുണ്ട്. എന്നാലും നിലവിലിപ്പോൾ എന്താണ് നമുക്ക് ചീപ്പറാണ്. അപ്പോൾ അതങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ടെന്നാണ് ഇ ലേണിങ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് നോക്കുക നിങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ തേർഡ് ചാപ്റ്ററിലേക്ക് നമുക്ക് മെല്ലെ നീങ്ങാം. ഓക്കെ.